കടം ഒരു ജ്വരമായി മാറുക സംസ്ഥാനത്തിന്. കടമെടുത്തേ വികസനം, മൂലധന അതായത് ഈ ഇൻഫ്രാസ്ട്രക്ചർ വികസനം നടത്തൂ എന്ന ആ രീതിയിൽ പോയാൽ ആർക്കാണ് അതിൻ്റെ അപകടം ഉണ്ടാകുന്നത്? കേന്ദ്രത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതിൻ്റെ അപകടം നമ്മുടെ വരുന്ന തലമുറയിലേക്കാണ്. അതിൻ്റെ പലിശ ഭാരവും അതുപോലെ അതിൻ്റെ പ്രിൻസിപ്പൽ സം തിരിച്ചു കൊടുക്കേണ്ട ഭാരവുമൊക്കെ നമ്മുടെ അടുത്ത തലമുറയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഗവൺമെൻറ് ഇതിൻ്റെ ഉപജ്ഞാതാക്കൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നമ്മളെക്കാൾ കൂടുതൽ ഇതിൻ്റെയൊക്കെ പ്രയോജനം പറ്റുന്നതും അടുത്ത തലമുറയല്ലേ എന്ന്. അത് വളരെ ബാലിശമായ ഒരു യുക്തി ക്രമീകരിക്കലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ടെക്നോളജി അത്ര വേഗമാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഇൻഫർമേഷൻ ടെക്നോളജി കൊണ്ടുവന്നിരിക്കുന്ന മാറ്റം എത്ര 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 ആശ്ചര്യകരമാണെന്ന്. നമ്മുടെ കുട്ടിക്കാലത്തുണ്ടായിരുന്ന ടെക്നോളജി ഒന്നും തന്നെയല്ല ഇപ്പോഴുള്ളത്. അപ്പോൾ അങ്ങനെ ടെക്നോളജി മാറുന്ന കാലത്ത് ഇതുപോലെയുള്ള ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി ആണെങ്കിൽ ഏത് സൗകര്യമാണെങ്കിലും മാറും, തീർച്ചയായിട്ടും അങ്ങനെ മാറുമെന്നിരിക്കെ ദീർഘകാല സ്വപ്നങ്ങളൊക്കെ ഇപ്പോൾ കോർത്ത് കേരയിൽ പോലെയുള്ള അനാവശ്യ സംരംഭങ്ങൾ, അതോ കേരയിൽ എന്ന് പറയുമ്പോൾ സിൽവർ ലൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കണം 1980കളിൽ തുടങ്ങി അത് കാലഹരണപ്പെട്ടു. ജപ്പാനിൽ കാലഹരണപ്പെട്ട റെയിൽ, പിന്നെ നാരോ ഗേജ് റെയിലാണ് ഇന്ത്യയിലേക്ക് കടത്തിക്കൊണ്ടുവരുന്നത്. അത് ആരുടെയൊക്കെ ഒത്തുകളിയാണ്. ജപ്പാന് വേണ്ടാത്തത് ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെക്കണം. അങ്ങനെ കെട്ടിവെക്കാൻ അന്വേഷിച്ചപ്പോൾ എന്ത് വേണമെങ്കിലും തന്നോളൂ, ഞങ്ങൾ ഏറ്റോളാം, അതിന് കുറച്ച് കൈമടങ്ങ് തന്നാൽ മതി എന്ന രീതിയിൽ അതിനെ അപ്രോച്ച് ചെയ്താണ് ഈ കേരയിൽ സംരംഭം, സിൽവർ ലൈൻ സംരംഭം കേരളത്തിലേക്ക്. മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും ഇതുപോലെ കാലഹരണപ്പെട്ട സംവിധാനമല്ല. ബ്രോഡ് ഗേജിലാണ് അവരുടെയൊക്കെ കേരയിൽ സംവിധാനം വരുന്നത്. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് ഗേജ് കേരളത്തിന് മാത്രമായിട്ട്, എല്ലായിടത്തും ബ്രോഡ് ഗേജാണ് ഇന്ത്യയിൽ മുഴുവനും ഉള്ളത്, പക്ഷേ കേരളത്തിന് മാത്രമായിട്ടൊരു സ്റ്റാൻഡേർഡ് ഗേജ് കൊണ്ടുവരിക, അത് ജപ്പാനിൽ കാലഹരണപ്പെട്ട ഗേജ് കൊണ്ടുവരിക എന്ന് പറയുന്ന ആ യുക്തിയില്ലായ്മ, അങ്ങനെ ചിന്തിച്ച് പോകുന്നത് കൊണ്ടാണ് നമ്മൾ ഈ കിഫ്ബി വഴി പോകണം എന്നുവെച്ചാൽ വലിയ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമാണ്. അപ്പോൾ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ വേണം. അപ്പോൾ അതിൻ്റെ ഭാരം ആരുടെ തലയിൽ വീഴും? ഭാവിയുടെ തലയിൽ വീഴും. എന്തുകൊണ്ടാണ് ഭാവിയുടെ തലയിൽ വീഴുന്നത്? കുഴപ്പമില്ലെന്ന് ഇവർ വിചാരിക്കുന്നത്. കാരണം ഈ കേരളയിലൊക്കെ ഒരുപാട് കാലത്തേക്ക് നിൽക്കും, അത് ഭാവിക്ക് വേണ്ടിയുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഭാവിക്ക് വേണ്ടി ഇത്തരം മണ്ടത്തരങ്ങൾ ചെയ്തു കൂട്ടരുത്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 10, 20, 25, 30 അല്ലെങ്കിൽ 50 വർഷം വരെ, അതിനപ്പുറത്തേക്ക് ചിന്തിച്ച് നാം ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇതിനേക്കാൾ കാര്യക്ഷമമായി സിസ്റ്റം വരുമ്പോൾ ആ സിസ്റ്റത്തിൻ്റെ മുൻപിൽ നമ്മുടെ രാജ്യം തന്നെ മുട്ടുമടക്കേണ്ട അവസ്ഥ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ വായ്പ, പലിശരഹിത വായ്പ നമ്മൾ 7.8%, 9.5% വരെ, കിഫ്ബി വഴിയിരിക്കുന്ന കടങ്ങളൊക്കെ 9.72% പലിശയ്ക്കാണ് കിഫ്ബി CDPQവിൽ നിന്ന് ബോണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് സ്വീകരിച്ചത്. അപ്പോൾ അത്ര വലിയ പലിശയ്ക്ക് വായ്പ എടുക്കുമ്പോഴാണ് കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് പലിശരഹിത വായ്പ കിട്ടുമെന്ന് പറയുന്നത്. അങ്ങനെ കിട്ടുമെന്ന് പറയുന്നത് ഒരു കാരണവശാലും ഒഴിവാക്കാതെ എടുത്ത് കേരളത്തിൻ്റെ ഭൗതിക അടിസ്ഥാന സൗകര്യവും സാമൂഹിക അടിസ്ഥാന സൗകര്യവും വികസിപ്പിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തണം എന്നുള്ളത് മാത്രമാണ് എനിക്കിവിടെ പറയാനുള്ളത്.